ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്റാ മിഅ്റാജ് ഒരു പക്ഷേ ഏതൊരു റജബ് മാസവും അവസാനിക്കുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ കാര്യമായി കേൾക്കാറുള്ള രണ്ട് പദങ്ങളാണ് ഈ രണ്ട് പദങ്ങൾ. ഒരുപക്ഷേ സോഷ്യൽ മീഡിയകളിലൂടെ ഇനി വരാനിരിക്കുന്ന ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിഅ്റാജ് നോമ്പുമായി, മിഅ്റാജ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ഒരുപാട് ക്ലിപ്പുകളും സംസാരങ്ങളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സ്വാഭാവികമായും എത്രയോ കാലങ്ങളായി ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് കേട്ടവരും അറിഞ്ഞവരുമായതുകൊണ്ട് തന്നെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ ദിവസവും നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റജബ് മാസത്തിലാണ് ഇസ്റാഉം മിഅ്റാജും നടന്നത് എന്ന് ഗണ്യതമായി നമുക്ക് പറയാൻ കഴിയുകയില്ല. ചില അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു എന്ന് മാത്രം. എങ്കിലും പൊതുസമൂഹത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ഈ ഒരു ദിവസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എന്താണ് ഇസ്റാ, എന്താണ് മിഅ്റാജ്, ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ആദ്യമായി നമ്മൾ അറിയേണ്ട വിഷയം, ഇതൊരു വിശ്വാസപരമായ കാര്യമാണ്. കാരണം ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യവും നമ്മുടെ ബുദ്ധി വെച്ചുകൊണ്ടോ യുക്തി വെച്ചുകൊണ്ടോ അളന്ന് തിട്ടപ്പെടുത്തി തൂക്കി നോക്കി കണക്കാക്കാൻ കഴിയുന്ന ഒന്നല്ല.
വിശ്വാസപരമായ ഈമാനികമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൽ. 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി. പിന്നീട് ഇസ്ലാമിക പ്രബോധനത്തിലേക്ക് ഇറങ്ങി. ചില ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചുവെങ്കിലും ഭൂരിഭാഗം വരുന്ന ആളുകളും ഇസ്ലാമിനോട് വിരോധം വെക്കുന്ന ആളുകളായിരുന്നു. വിമർശനങ്ങളുണ്ടായി, ഉപരോധങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി ആ നാട്ടുകാരിറങ്ങി. ആ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായി നിന്ന രണ്ടുപേരായിരുന്നു. ഒന്ന് മഹദിയായ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയും മറ്റൊന്ന് പ്രവാചകന്റെ പിതൃവനായ അബൂ ത്വാലിബും. എന്നാൽ ഈ രണ്ടുപേരുടെയും മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടി 10-ാമത്തെ വർഷം, നബിയായി 10-ാമത്തെ വർഷത്തിൽ അത് സംഭവിക്കുകയാണ്. ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്നാണ് ആ വർഷത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായ രണ്ടുപേരുടെയും വിയോഗം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ തനിക്കൊരു സുരക്ഷ നൽകാനും സഹായം നൽകാനുമായി തന്റെ കുടുംബക്കാരായ ത്വായിഫുകാരായ ആളുകളുടെ അടുക്കിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച പ്രവാചകൻ അവിടേക്ക് എത്തിയപ്പോൾ കണ്ടത് അവിടെയുള്ള തെണ്ടിപ്പിള്ളേരെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിയോടിക്കുന്ന അവസ്ഥയാണ്. പിന്നീട് നാട്ടിലേക്ക് വരുമ്പോൾ അവരാകട്ടെ മക്കയുടെ പരിധിയിൽ, മക്കയുടെ അതിർത്തിയിലായിക്കൊണ്ട് അവർ നിന്നു. എന്നിട്ട് അവർ പറഞ്ഞു, മുഹമ്മദ് നിനക്ക് ഇവിടെ കയറാൻ കഴിയൂല, നിന്നെ ഒരിക്കലും ഞങ്ങൾ ഈ മക്കയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടു പോയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായി പോയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ടു പോയ ആ ഒരു സമയത്ത് ഒരു സമാധാനമെന്നോണം, ഒരു സന്തോഷമെന്നോണം അല്ലാഹുവിലേക്ക് അല്ലാഹു ഉയർത്തിയ ഏറെ അത്ഭുതകരമായ സംഭവമാണ് ഇസ്റാഉം മിഅ്റാജും. ജനങ്ങളെല്ലാം പ്രവാചകനെ തള്ളിക്കളഞ്ഞപ്പെടും. പ്രവാചകരെ നിങ്ങളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല, ഞാൻ നിങ്ങളെ ചേർത്തു പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തിയ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യാത്രയിൽ ഒട്ടേറെ സമ്മാനങ്ങൾ കൊടുത്ത സംഭവം. അതാണ് ശരിക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്റാ മിഅ്റാജ് യാത്രയിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇസ്റാ വേറെയാണ്, മിഅ്റാജ് വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സായിലേക്ക് കൊണ്ടുപോയതിനാണ് ഇസ്റാ എന്ന് പറയാം. അവിടെ നിന്ന് പിന്നീട് ഒരു മിഅ്റാജ്, ഒരു കയറി പോകാനുള്ള ഒരു ഏണി കൊണ്ടുവരികയും അതിൽ കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും യാത്ര പോയി. അതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഈ 2 പദങ്ങളും 2 സംഭവങ്ങളും. ഈ രണ്ടിനെ കുറിച്ചും വിശുദ്ധ ഖുർആനിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്റാഉമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ 17-ാമത്തെ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തു ഇസ്റാ എന്ന. അതിന്റെ തുടക്കം പറയുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എങ്ങനെയുള്ള അല്ലാഹു? അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറമിൽ നിന്ന് രാത്രിയിൽ തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. ഈ ഒരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ ഇസ്റാ എന്ന് പറയുന്നതെങ്കിൽ അത് വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനിയോ മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖുർആനിൽ പരാമർശങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നജ്മിലെ 13-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും നമുക്ക് കാണാൻ കഴിയും. ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തും അതാണ്. വലഖദ് റആഉ നസ്ലതൻ ഉഖറാ, വലഖദ് റആഉ നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം മലക്കിനെ കണ്ടിട്ടുണ്ട്. അറ്റത്തെ ഇലന്ത മരത്തിനടുത്ത് വെച്ച് അതിനടുത്താകുന്നു താമസിക്കാനുള്ള സ്വർഗം. എന്നിട്ട് അല്ലാഹു പറയാണ് ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ, ആ ഇലന്ത മരത്തെ ആവരണം ചെയ്യുന്നതൊക്കെ അതിനെ ആവരണം ചെയ്തിരുന്നപ്പോൾ മാ സാഗൽ ബസറു വമാ തഗ,
നബിയുടെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, അദ്ദേഹം അതിക്രമിച്ചു പോയിട്ടുമില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. ആ ഒരു യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒട്ടുമിക്ക തഫ്സീറുകളിലും സൂചിപ്പിച്ചിട്ടുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൽ ഇപ്പൊ ഓതി വെച്ച ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്ന വാചകമാണ് ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. അല്ലാഹുവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങൾ ആ ഒരു യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഖുത്ബയിലൂടെ എന്താണ് ഇസ്രാ മിഅ്റാജ് എന്നുള്ളത് വിശദീകരിക്കാൻ അല്ല, അത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കാണിച്ചു കൊടുത്ത ആയാത്തുൽ കുബ്ര, അതിമഹത്തായ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്ന 10ഓളം ദൃഷ്ടാന്തങ്ങൾ, 10ഓളം അത്ഭുതകരമായ കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്രയിലേക്കുള്ള തയ്യാറെടുപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് ഒന്നുകിൽ അബൂ താലിബിന്റെ മകളായ ഉമ്മുഹാനിന്റെ വീട്ടിൽ എന്നും ഒരു റിവായത്തിൽ കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രവാചകന്റെ വീട്ടിലായിരിക്കുന്ന ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ആ വരവ് തന്നെ ഒരു അത്ഭുതപരമായിരുന്നു. പൊതുവെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സാധാരണ രൂപത്തിലാണ് വരിക, ഒന്നുകിൽ മനുഷ്യ രൂപത്തിൽ അല്ലെങ്കിൽ ജിബ്രീലിന്റെ രൂപത്തിൽ തന്നെ സാധാരണ എല്ലാവരും കയറുന്ന രൂപത്തിൽ ആ ഒരു വാതിലിലൂടെയാണ് കയറുന്നതെങ്കിൽ ഒന്നാമത്തെ അത്ഭുതം ഹദീസിൽ കാണുവാൻ സാധിക്കും. ഫുരിജ അൻ സഖഫി ബൈതി വഅന ബിമക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ മക്കയിലായിരിക്കുമ്പോ എന്റെ വീടിന്റെ മേൽക്കൂര തുറന്നുകൊണ്ട് ആ മേൽക്കൂരയുടെ ഭാഗത്തുകൂടി ജിബ്രീൽ ഇറങ്ങുകയുണ്ടായി. സാധാരണ ഒരു വരവല്ല. എന്നിട്ടോ അവിടുന്ന് പിന്നീടുള്ള ചില അത്ഭുതങ്ങൾ. ഫനസല ജിബ്രീലു ഫഫറജ സദ്രി. ജിബ്രീൽ ഇറങ്ങിയിട്ട് എന്റെ നെഞ്ച് പിളർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സുമ്മ ഗസലഹു ബിമാഇ സംസം. പിന്നെ സംസം വെള്ളം കൊണ്ട് എന്റെ നെഞ്ച് കഴുകുകയുണ്ടായി. സുമ്മ ജാഅ ബിതസ്മിൻ ദഹബിൻ മുംതലി ഹിക്മത്തിൻ വഈമാന. ഹിക്മത്തും ഈമാനും നിറച്ചത് എന്റെ നെഞ്ചിലേക്ക് ഒഴിക്കുകയും ചെയ്തു. ഇതൊക്കെ ഹദീസിൽ വ്യക്തമായി സ്വഹീഹായ ഹദീസുകളിൽ വന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ അത്ഭുതം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത് സാധാരണ ഒരു സ്ഥലത്തേക്കല്ല, ഒരാളും പോകാത്ത സ്ഥലങ്ങളിലേക്ക്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകുന്ന ജിബ്രീലിനു പോലും അനുവാദമില്ലാത്ത ചില സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജിബ്രീൽ പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങൾ കയറിക്കോ, ഇനി എനിക്ക് അങ്ങോട്ട് കയറാൻ അനുവാദമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറിയിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേകമായ സ്ഥലങ്ങളിലേക്ക് ഒരു പ്രത്യേക പരിഗണനയോടുകൂടി പോകുമ്പോൾ ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയുടെ ഒരു തയ്യാറെടുപ്പ്, അതോടൊപ്പം പോകാനുള്ള സ്ഥലത്തിന്റെ ഗൗരവം കൂടി ആ ഒരൊറ്റ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രക്ക് മുമ്പുള്ള ഒരു അത്ഭുതം. എന്നിട്ടോ രണ്ടാമത്തെ അത്ഭുതം ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിനെ കൊണ്ടുവന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ബുറാഖിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ കണ്ടു. ഹദീസിൽ കാണുവാൻ സാധിക്കും, വഊതീതു ബിദാബത്തിൻ അബ്യദ്. ഒരു വെളുത്ത ജീവിയെ എന്റെ അടുക്കൽ കൊണ്ടുവരപ്പെടുകയുണ്ടായി. ദൂനൽ ബഗ്ലി വഫൗഖൽ ഹിമാദ് അൽ ബുറാഖ്. വെളുത്ത ഒരു മൃഗത്തെ എനിക്ക് കൊണ്ടുവരപ്പെട്ടു. കോവര കഴുതയേക്കാൾ ചെറുതും എന്നാൽ സാധാരണ കഴുതയേക്കാൾ വലുതുമായിരുന്നു അത് ബുറാഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഈ ഒരു വാചകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു അത്ഭുതം കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ജീവിയുടെ പ്രത്യേകത ഹദീസിൽ കാണുവാൻ സാധിക്കും. കണ്ണെത്തുന്നിടത്ത് അതിന്റെ കാലെത്തുമെന്ന്. അത്രയും വേഗതയുള്ളതാണ്. അത്രയും വേഗതയുള്ള ഒരു വാഹനത്തിലാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയത്. ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലായി. പല ആളുകളും പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്ര അത് സ്വപ്നത്തിൽ സംഭവിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസികമായിട്ടേ കൊണ്ടുപോയിട്ടുള്ളൂ, ശാരീരികമായി കൊണ്ടുപോയിട്ടില്ല. എങ്കിൽ പിന്നെ എന്തിനാണ് ബുറാഖ്? എന്തിനാണ് അങ്ങനെ ഒരു വാഹനത്തെ കൊണ്ടുവരേണ്ടത്? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യപ്പെടൽ കൂടി നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകാനായി ഒരു അത്ഭുത ജീവി ഈ ദുനിയാവിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കലും അത് വന്നിട്ടില്ല, വേറെ ഒരാൾക്ക് വേണ്ടിയും അത് കൊണ്ടുവരപ്പെടുകയും ചെയ്തിട്ടില്ല. അതൊരു അത്ഭുതമായിരുന്നു. അതോടുകൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അടുത്ത കാലം വരെ നമ്മുടെ കേരള സമൂഹത്തിൽ പോലും, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ തറവാട് വീടകങ്ങളിൽ പോലും ബുറാഖു റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ രൂപമുള്ള ഒരു കുതിരയുടെ ചിത്രം കാണാറുണ്ടായിരുന്നു. ഒരു പക്ഷേ പ്രായമുള്ള ആളുകൾക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. ബുറാഖു റസൂലില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുതിര, ഒരു വെളുത്ത കുതിര, ആ കുതിരക്ക് ചിറക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ തലയാകട്ടെ ഏതോ ഒരു സ്ത്രീയുടെ മുഖവും വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഏതോ ഒരു ചിത്രം വലിയ പുണ്യമായിക്കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്ത് ഒരു കാലഘട്ടം വരെ നമ്മുടെ ഈ കേരളക്കരയിൽ പോലും ധാരാളമായി വലിയ പ്രോത്സാഹനം നൽകിക്കൊണ്ട്, വലിയ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വാങ്ങുകയും തൂക്കുകയും അതിന്റെ അടുക്കൽ പോയി നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അൽഹംദുലില്ലാഹ്, ദഅവത്തിന്റെ പരിണിത ഫലമെന്നോണം പല ആളുകളും ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് പല വീടുകളിലും ഇതൊന്നുമില്ല. പക്ഷെ സാന്ദർഭികമായി നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണമെന്ന് മാത്രം. മൂന്നാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മിഅ്റാജ് യാത്രയിലുള്ള അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാർക്കും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിസ്കരിച്ചു. വല്ലാത്ത അത്ഭുതം. കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരെയും കൊണ്ടുവരപ്പെട്ടു. അവർക്കെല്ലാവർക്കും ഇമാമായി കൊണ്ട് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിൽക്കുകയും ചെയ്തു. കാരണം ആദമിന്റെ മക്കളിൽ സയ്യിദ്, അന സയ്യിദു വലദി ആദം, ആദമിന്റെ മക്കളിൽ ഞാനാണ് സയ്യിദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും വാക്ക് പറഞ്ഞതല്ല, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ചുകൊണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നമസ്കരിച്ചു. ഇവിടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. എന്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് തെരഞ്ഞെടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുപോയി? അതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണങ്ങൾ കാണുവാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ വിശദീകരണം, ലോകത്ത് കഴിഞ്ഞുപോയ ഒട്ടുമിക്ക പ്രവാചകന്മാരും ബൈത്തുൽ മുഖദ്ദസുമായിട്ട് ബന്ധമുള്ളവരാണ്. ഒന്നുകിൽ അവിടെ താമസിച്ചവരാണ്, അല്ലെങ്കിൽ അവിടേക്ക് ഹിജ്റ വന്നവരാണ്, അല്ലെങ്കിൽ അവിടെ കാലങ്ങളോളം ജീവിച്ചവരാണ്. ആ ബൈത്തുൽ മുഖദ്ദസുമായിട്ട് അഭേദ്യമായ ബന്ധം മുമ്പ് കഴിഞ്ഞുപോയ ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും ഈസാ നബിക്കും മൂസാ നബിക്കും എന്ന് വേണ്ട ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അല്ലെങ്കിൽ വലിയ സ്ഥാനമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഞാൻ ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് പറഞ്ഞ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും ഇറാഖിൽ നിന്ന് ഹിജ്റ പോയത് ഫലസ്തീനിലേക്കായിരുന്നു. ആ ഒരു നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിപ്പെടേണ്ടതുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഐക്യദാർഢ്യമെന്നോണം ആ പ്രവാചകന്മാരുടെ കൂടെ തന്നെയാണ്, എന്റെ സഹോദരന്മാര് തന്നെയാണെന്ന ബോധ്യപ്പെടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടാൻ അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് ഇസ്രാ യാത്രയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്കാണെങ്കിൽ, ആ ബൈത്തുൽ മുഖദ്ദസും മസ്ജിദുൽ അഖ്സയും ഒരുപാട് തവണ കണ്ട ആളുകൾ ആ മക്കയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ പ്രവാചകന്റെ ഇസ്രാ യാത്രയിലല്ലാതെ അതിന്റെ മുമ്പോ അതിനുശേഷമോ ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് വന്നിട്ടില്ല എന്ന് മക്കക്കാർക്ക് കൃത്യമായിട്ടറിയാം. കാരണം മക്കയിൽ നിന്ന് 1 മാസത്തെ വഴി ദൂരമുണ്ട് മസ്ജിദുൽ അഖ്സയിലെത്താൻ. 1 മാസം സഞ്ചരിക്കണം. തിരിച്ചിങ്ങോട്ടും 1 മാസം, ഏകദേശം 2 മാസക്കാലം. അതിൽ കൂടുതലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 2 മാസക്കാലം നാട്ടിലില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മനസ്സിലാകും. കാരണം മക്ക എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രദേശമായിരുന്നു.
4000-ഓളം വരുന്ന ആളുകൾ മാത്രമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ഒരാൾ അവിടെ ഇല്ലെങ്കിൽ ആളുകൾക്കറിയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പത്തിലോ പ്രവാചകന്റെ യുവത്വത്തിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന് മുമ്പോ പ്രവാചകനായിട്ട് ശേഷമോ ഒന്നും ഈ മസ്ജിദുൽ അഖ്സ നബി കണ്ടിട്ടില്ല. അതുകൊണ്ട് നബി ആ സ്ഥലം പോകണം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്ന് ഈ കാര്യം ചോദിക്കുമ്പോൾ, ഞാൻ കണ്ട കാഴ്ചകൾ പറയുമ്പോൾ, സ്വാഭാവികമായിട്ടും അവിടെ മസ്ജിദുൽ അഖ്സ കണ്ട ആളുകളുണ്ട്. ആ കണ്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, ആ മസ്ജിദുൽ അഖ്സയുടെ നിറം എന്താണ്, അതിലെ ജനാലകളെ കുറിച്ച്, അതിലുള്ള വാതിലുകളെ കുറിച്ച്, അതിലുള്ള പണികളെ കുറിച്ച് എല്ലാം ചോദിക്കും. അതൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹദീസിൽ കാണുവാൻ സാധിക്കും, പ്രവാചകന്റെ യാത്ര കഴിഞ്ഞു വന്നിട്ട് ഈ ഒരു കാര്യത്തെ വിമർശിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങി. നബിയെ മുന്നിലിരുത്തിക്കൊണ്ട് അവർ പലരും വട്ടമളഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ്, നീ കണ്ട കാഴ്ച എന്താണ്? ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ബേജാറായ ഒരു സമയമായിരുന്നു. കാരണം അവരിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഒരൊറ്റ തവണയാണ് കണ്ടിട്ടുള്ളത്. ഒറ്റ തവണ. നമ്മൾ എത്രയോ തവണ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഏത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പറയാൻ കഴിയൂ. എന്നാൽ ഒരൊറ്റ തവണ വന്ന ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ചോദ്യവും ചോദിച്ചു. ഹദീസിൽ കാണുവാൻ സാധിക്കും, അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇങ്ങനെ അത് കാണുന്ന രൂപത്തിൽ പ്രവാചകൻ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു. എത്രത്തോളം എന്നാൽ മക്കയിൽ നിന്ന് ആ സമയത്ത് പോയിരുന്ന ഒരു കച്ചവട സംഘം, മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ കച്ചവട സംഘം ഉണ്ടായിരുന്നു. ആ കച്ചവട സംഘം എന്ന് തിരിച്ചു വരുമെന്നും ഏത് സമയത്തെത്തുമെന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളൊന്ന് മനസ്സിലാക്കിക്കോളിയും പ്രിയപ്പെട്ടവരെ. ഒരാൾ തെളിവ് എത്ര കിട്ടിയിട്ടും കാര്യമില്ല, ഹിദായത്ത് പടച്ചോന്റെ കയ്യിലാണെന്നുള്ള ഇത് വലിയ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൃത്യമായി കണിശമായ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സെന്താണെന്നറിയോ? ഇതൊക്കെ ആൾക്കാർ കേട്ടിട്ട് ഓരോക്കെ മാറാൻ സാധ്യതയുണ്ട്. ഓരൊക്കെ എന്തായാലും മുസ്ലിം ആകും. കാരണം അങ്ങനത്തെ ചോദ്യങ്ങളെ ചോദിക്കണേ, കൃത്യമായിട്ട് ഞാൻ മറുപടി പറയുന്നുണ്ട്. എന്നാൽ എല്ലാ ഉത്തരം കിട്ടിയപ്പോൾ അവരെന്താ പറഞ്ഞറിയോ? മുഹമ്മദേ, നിന്റെ സിഹിർ വല്ലാത്ത സിഹിറിന് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക ചെയ്ത്. അവിടെയാണ് മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ടവരെ, കണ്ടു എന്നുള്ളത് കൊണ്ട്, ആയത്ത് കണ്ടതുകൊണ്ടോ ഹദീസ് കണ്ടതുകൊണ്ടോ ആളുകൾ മാറണമെന്നില്ല. അള്ളാന്റെ അങ്ങേയറ്റത്തെ തൗഫീഖ് ഉണ്ടാവണം, ഹിദായത്ത് ഉണ്ടാവണം. അത് പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടണം. അവരൊക്കെ തിരിഞ്ഞു പോകല്ലേ ചെയ്തേ. ഈ ചരിത്രത്തിൽ നമുക്ക് ചില ഗുണപാഠങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളി. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ആ ഒരു കാഴ്ചയിൽ, അത്ഭുതകരമായ കാഴ്ചയിൽ നാലാമത്തെ ഒരു കാഴ്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് കഴിഞ്ഞുപോയ പല പ്രവാചകന്മാരെയും ആകാശലോകത്ത് വെച്ചുകൊണ്ട് കാണുകയുണ്ടായി. ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു, ഒരു കോണി കൊണ്ടുവരപ്പെട്ടു. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കയറിപ്പോവുകയാണ്. ഫലമ്മാ ജിഇതു ഇല സമാഇ ദുനിയ, നബി ഒന്നാമത്തെ ആകാശത്തിലേക്ക് കയറിയപ്പോ ഖാല ജിബ്രീലു ലിഖാസിനി സമാ, ആ ഒന്നാമത്തെ ആകാശത്തിന്റെ കാവൽക്കാരനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഫ്തഹ്, വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ആ ഖാസിന് ചോദിക്കുകയാണ്, മൻ ഹാദാ, നിങ്ങളാരാ? ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. വീണ്ടും ചോദ്യം, മൻ മഅക്, ഹൽ മഅക അഹദുൻ, നിങ്ങളുടെ കൂടെ വല്ലവരുമുണ്ടോ? ആ സമയത്ത് പറഞ്ഞു, ഉണ്ട്. നഅം മഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ആ സമയത്ത് മലക്കുകൾ പറയുന്ന ചില വാക്കുകൾ ഹദീസിൽ കാണുവാൻ സാധിക്കും. ഏറ്റവും നല്ല അതിഥിക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തേക്ക് കയറി. അവിടെ മഹാനായ ആദം നബി അലൈഹി സ്വലാം ഇരിക്കുന്നുണ്ടായിരുന്നു. ആദം നബി അലൈഹി സ്വലാം വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കും. അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് കുറെ ആളുകൾ ഇരിക്കുന്നു. അദ്ദേഹം ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കരയുകയും ചെയ്യും. അവിടെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഈ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം ചിരിക്കാനും കരയാനുമുള്ള കാരണം? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, ആ വലതുഭാഗത്തുള്ള ആളുകളൊക്കെ സ്വർഗാവകാശികളാണ്. അവരെ കാണുമ്പോൾ ഒരു വാപ്പ എന്ന നിലയ്ക്ക് വല്ലാത്ത സന്തോഷമാണ് ആദം നബി അലൈഹി സ്വലാമക്കുള്ളത്. എന്നാൽ ഇടതുഭാഗത്തോ നരകത്തിലേക്ക് പോകുന്ന ആളുകളാണ്, നരകത്തിന്റെ അവകാശികളാണ്. അവരെ കാണുമ്പോൾ അദ്ദേഹത്തിന് പ്രയാസവുമാണ്. ആ പ്രയാസത്തിൽ അദ്ദേഹം കരയുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ സ്നേഹത്തോടുകൂടി ഒരു നേതാവെന്ന പ്രയോഗം നടത്തിക്കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാം സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം ആകാശത്തേക്ക് കയറിയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെയും യഹ്യാ നബി അലൈഹി സ്വലാമിനെയും കണ്ടു. മൂന്നാമത്തെ ആകാശത്തേക്ക് കയറിയപ്പോൾ സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടു. നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് നബി അലൈഹി സ്വലാമും, അഞ്ചാം ആകാശത്തിൽ ഹാറൂൻ നബി അലൈഹി സ്വലാമും, ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹി സ്വലാമും, ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബൈത്തുൽ മഅ്മൂറിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചുമല് വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞാൽ ഖുതുബ നഷ്ടപ്പെടും. ഈ രണ്ടാളുകൾ ശ്രദ്ധിക്കും, ഖുതുബ നഷ്ടപ്പെടും, സംസാരം നടന്നില്ല. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രത്യേകിച്ച് ഖുതുബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖുതുബക്ക് നഷ്ടം സംഭവിക്കും. അത്ര ഗൗരവപ്പെട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് പോലും മിണ്ടരുത് എന്ന് പറയുന്നത്. അത്രയും ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ ഗൗരവത്തോടു കൂടി ഇരിക്കാം. പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇവിടെ കണ്ടു. ഈ പറയപ്പെട്ട ഓരോ പ്രവാചകന്മാരെയും കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ പ്രവാചകന്മാരെ പ്രത്യേകം കാണിക്കപ്പെട്ടു. 25ഓളം പ്രവാചകന്മാരുണ്ടായിട്ട് ഈ പറയപ്പെട്ട ആളുകളെ കാണിക്കാനുള്ള കാരണം എന്താ? അതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനെ കാണിക്കാനുള്ള കാരണം, ഒരു സമൂഹത്തെ മുഴുവൻ തന്റെ ഉത്തരവാദിത്വം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആളാണ് മൂസാ നബി അലൈഹി സ്വലാം. വലിയ പ്രയാസം ഒരു സമൂഹത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. നബിയും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്ന് ആ പ്രവാചകൻ അള്ളാഹു ഉന്നതമായ ഭാഗം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ പേടിക്കണ്ട. സ്വന്തം സഹോദരങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട ആളാണ് യൂസുഫ് നബി അലൈഹി സ്വലാം. ആ യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹു അതാ ഉന്നതമായ സൗകര്യം നൽകിയിട്ടുണ്ട്. എങ്കിൽ പ്രവാചകരെ, നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോൾ നിങ്ങൾ ബേജാറാവണ്ട. കാരണം അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചകളിൽപ്പെട്ടതാണെങ്കിൽ അഞ്ചാമത്തെ ഒരു കാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മഅ്മൂർ കണ്ടു എന്നുള്ളത്. ആകാശങ്ങൾക്കപ്പുറത്ത്, 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള ഒന്നും ആകാശ ലോകത്തുള്ള കഅബയാണ് ബൈത്തുൽ മഅ്മൂർ. ഹദീസിൽ കാണുവാൻ സാധിക്കും, ഇപ്പോഴെവിടെയാണോ കഅബയുള്ളത് ആ കഅബയുടെ നേരെ മുകളിൽ 7 ആകാശങ്ങൾക്കപ്പുറത്ത് അതേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ബൈത്തുൽ മഅ്മൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് ഉയർത്തപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദാ, ജിബ്രീലെ എന്താ ഇത്? ആ സമയത്ത് പറയാണ്, ഹാദൽ ബൈത്തുൽ മഅ്മൂർ, ഇത് ബൈത്തുൽ മഅ്മൂറാണ്. യദ്ഖുലുഹു കുല്ല യൗമിൻ 70000 മലക്കിൻ ഇദാ ഖറജൂ മിൻഹു ലം യഊദു ഫീഹി ആഖിറു മാ അലൈഹിം. ഓരോ ദിവസവും 70,000 മലക്കുകൾ ആ ബൈത്തുൽ മഅ്മൂറിലേക്ക് കയറുന്നുണ്ട്. ഒരു തവണ കയറിയാൽ പിന്നെ അവരതിലേക്ക് കയറുന്നില്ല. ഒരിറങ്ങിപ്പോയാൽ പിന്നല്ല. ഓരോ ദിവസവും 70,000 മലക്കുകൾ. സുബ്ഹാനല്ലാഹ്, അത്രയേറെ മലക്കുകളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ്, അല്ലാഹു അക്ബർ, അത്രയേറെ കഴിവുള്ള റബ്ബിനോടാണ്, ഓരോ ദിവസവും 70,000ഓളം മലക്കുകളെ സൃഷ്ടിച്ച റബ്ബിനോടാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കണേ. അല്ലെങ്കിൽ മലക്കുകളുടെ വലിപ്പം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ചയിൽ ഒരു കാഴ്ചയാണ് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടു എന്നുള്ളത്. ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടു. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ 2 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത്. അതിൽ ഒന്ന് ഈ മിഅ്റാജ് യാത്രയിലാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും, ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാമിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു. 600 ചിറകുകൾ. ഒരു ചിറക് വിടർത്തിയാൽ തന്നെ ചക്രവാളം മൂടും. അങ്ങനെയുള്ള 600 ചിറകുകൾ. ആ ജിബ്രീലിനെയും മലക്കുകളെയും ഒക്കെ സൃഷ്ടിച്ച റബ്ബിനോടാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ പ്രശ്നം പറയുന്നത്. നമ്മുടെ ജോലിന്റെ കാര്യം, നമ്മുടെ വീടിന്റെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ കടത്തിന്റെ വിഷയം, നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് പരിഹരിക്കാൻ കഴിയൂലേ നമ്മുടെ റബ്ബിന്? പിന്നെ എന്തിനാ നമുക്ക് ബേജാറ്? ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് എന്തിനാ ബേജാറ്? ഈ 70,000 മലക്കുകളെ ദിവസേന സൃഷ്ടിക്കുന്ന റബ്ബിന് അതിലേറെ എത്രയോ സൃഷ്ടികളെ ഓരോ ദിവസവും അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ബേജാറും ഒരു വിശ്വാസിക്ക് വേണ്ട. കാരണം അത്രയേറെ കഴിവുള്ളവനാണ്, ഖദീറാണ്, എല്ലാത്തിനും കഴിയുന്ന ഖാദിറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം.
അതുപോലെ തന്നെ 7ാമത്തെ വിഷയം അവിടെ നിന്നും സിദ്റത്തുൽ മുൻതഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും, സുമ്മ ഇൻതലഖ ബി ഹത്താ ഇൻതഹ ബി ഇലാ സിദ്റത്തുൽ മുൻതഹ. സിദ്റത്തുൽ മുൻതഹയുടെ ഭാഗത്തേക്ക്, അങ്ങേയറ്റത്തെ ഇലന്ത മരത്തിന്റെ ഭാഗത്തേക്ക് എന്നെ കൊണ്ടുവരപ്പെട്ടു. വഗശിയഹാ അൽവാനുൻ ലാ അദ്രി മാ ഹിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിലൊരുപാട് നിറങ്ങളുണ്ട്, പക്ഷെ എന്താന്നുള്ളത് എനിക്കറിയില്ല. ഇലന്തമരം, ആ വാചകമാണ് സിദ്റത്തുൽ മുൻതഹ എന്നതിന് അർത്ഥം വെക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു മരമോ അല്ല. അത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയേറെ അത്ഭുതകരമായ ഒരു മരമാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താം. ഒന്ന്, അതിൽ ഒട്ടേറെ അൽവാനുൻ, നിറങ്ങളുണ്ട്. ഒട്ടേറെ നിറങ്ങളുണ്ടായിരുന്നു അതിന്. അതുപോലെ തന്നെ അതിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മൺഭരണികളെ പോലെയാണ്. അതിലെ ഇലകളാവട്ടെ ആനയുടെ ചെവി പോലെയാണ്. ഇത്രയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതൊരു അത്ഭുതകരമായ മരം തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികളായ ആളുകൾക്ക് കാണാൻ കഴിയുന്ന ചില അത്ഭുതങ്ങൾ അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 8ാമത്തെ ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു യാത്രയിലാണ് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തപ്പെടുന്നതിന് മുൻപ് വരെ നമസ്കാരം നിർബന്ധമല്ലായിരുന്നു. പക്ഷേ ആ ഒരു യാത്രയിൽ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഫഫറദല്ലാഹു അലാ ഉമ്മത്തി 50 സ്വലാത്ത്. ആ ഒരു യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 50 വക്ത് നമസ്കാരമാണ് നിർബന്ധാക്കിയത്. 50 വക്ത്. അതുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താണ് റബ്ബ് തന്നത്? എന്താ അള്ളാഹു എന്ത് സമ്മാനാണ് തന്നത്? ആ സമയത്ത് പറഞ്ഞു, 50 വക്ത് നിസ്കാരം തന്നിട്ടുണ്ട്. ഒരു ഉമ്മത്തിനെ നയിച്ച് പരിചയമുള്ള മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, മുഹമ്മദ് കഴിയൂല, നിന്റെ ഖൗമിന് കഴിയൂല, അത് കുറച്ചു തരാൻ പറയും. ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉയർന്നു, വീണ്ടും അത് കുറച്ചു, വീണ്ടും തിരിച്ചു വന്നു, അപ്പോഴും പറഞ്ഞു കഴിയൂല. അങ്ങനെ വീണ്ടും പോയി, വീണ്ടും വന്നു, വീണ്ടും പോയി, അവസാനം 5 അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതും കഴിയൂല, അതും കഴിയൂല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തഹ്യയ്തു മിൻ റബ്ബി, ഇനിയും എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പോയിട്ട് പറയാന്നുള്ളതിൽ എനിക്കൊരു ലജ്ജ തോന്നുന്നുണ്ട്, ഞാനിത് തൃപ്തിപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ വിട്ടുകിടക്കുമ്പോഴാണ് ഒരു അശരീരി വരുന്നത്. എൻ്റെ ഉമ്മത്തിനിതാ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് 50ന്റെ മേനിയാണ്. 5 വക്ത് നിസ്കരിച്ചോ 50 വക്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാം പേടിച്ച ആ ഒരു പേടി സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാൻ, 50 വക്തായിരുന്നുവെങ്കിൽ ഈ ഒരു ഖുതുബക്കിടയിൽ തന്നെ എത്ര തവണ നമ്മൾ നിസ്കരിക്കേണ്ടി വരുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ലഘൂകരിച്ചു തന്നു. വെറും 5 വക്ത് നിസ്കാരം, എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ 35 മിനിറ്റോ 40 മിനിറ്റോ വേണ്ടി വരുള്ളൂ. ഒരു 24 മണിക്കൂറിൽ നമ്മുടെ നിസ്കാരത്തിന് മാറ്റിയേക്കാണെങ്കിൽ വേണ്ട 1 മണിക്കൂർ മാറ്റി വെച്ചോളി, അത് വുദു എടുക്കലും എല്ലാം കൂടി കൂട്ടിയിട്ട്. ബാക്കി 23 മണിക്കൂർ നമുക്ക് അധ്വാനിക്കാം, കുട്ടികളുടെ കൂടെ ഇരിക്കാം, യാത്ര പോകാം, നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അവസരം 5 വക്തിലൂടെ 50ന്റെ മേനി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, പക്ഷേ അത് നേടിയെടുക്കാൻ നമ്മൾ എത്ര ആളുകൾ പരിശ്രമിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെ ഈ ഒരു ചരിത്രം വിശദീകരിക്കുമ്പോൾ തന്നെ ചില ആളുകൾ പറയാനുള്ള ഒരു വിഷയം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാമിനോട് ഇസ്തിഗാസ നടത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയോട് ചോദിച്ചു നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മരണപ്പെട്ടു പോയ പ്രവാചകന്മാരോട് സഹായം ചോദിക്കാം എന്നതിന്റെ തെളിവതാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മൂസാ നബിയെ ഞാൻ ഇന്ന ഒരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. മൂസാ നബി ഇങ്ങോട്ട് വന്ന് പറയുക ചെയ്തത്, ഇങ്ങോട്ട് വന്ന് ചോദിക്കുക ചെയ്യുന്നത്. അത് തന്നെ നേർക്ക് നേരെയാണ്, അല്ലാതെ കാണാത്ത മൂസാ നബിയോടല്ല. ആകാശലോകത്ത് വെച്ചുകൊണ്ട് 2 പേരും സംസാരിക്കുമ്പോഴാണിത്. പക്ഷെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തെളിവില്ലാത്ത കാര്യങ്ങൾക്ക് തെളിവുണ്ടാക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തിനാ തെളിവുണ്ടാക്കുന്നത്? അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കണം, അതിനാ തെളിവ്. അല്ല നേർക്ക് നേരെ പറയണം, നിങ്ങൾ ഇന്നെ വിളിച്ചു ഉദ്ഉനി അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അത് വേണ്ട, ഞങ്ങൾക്ക് വേറുള്ള ആളുകൾ മുഖേന, അവര് മുഖേന, ഇവര് മുഖേന, മറ്റുള്ളവരുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്
സുബ്ഹാനല്ലാഹ്. അല്ലാഹ് നേർക്ക് നേരെ പറയാ, ഞാൻ ഞങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ തരാം. അപ്പോഴും ഇത്തരത്തിലുള്ള തെളിവുകളുമായി നടക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ള 9ാമത്തെ അത്ഭുതം സ്വർഗ്ഗമാകുന്ന അത്ഭുതമാണ്. ഹദീസിൽ കാണുവാൻ സാധിക്കും, സുമ്മ ഉദ്ഖിൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയുണ്ടായി. ഫഇദാ ഹിയ ഹബായിലുൽ ലുഉലു, അവിടെ മുത്തുമാലകൾ തൂക്കിയിടപ്പെട്ടിട്ടുണ്ട്. വഇദാ തുറാബുൽ മിസ്ക്, അതിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു. 10ാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടു. അതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഹദീസിൽ കാണുവാൻ സാധിക്കും, ലമ്മാ ഉർജ ബി മറർതു ബി ഖൗമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖൗമിന്റെ അടുത്ത് കൂടി പോയി. ലഹും അദ്ഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിന്റെ നഖങ്ങളുണ്ട്, ഇരുമ്പിന്റെ നഖങ്ങളുണ്ട്. എന്നിട്ടോ യഖ്മിശൂന വുജൂഹും വസുദൂറഹും, അവരാകട്ടെ അവരുടെ നെഞ്ചും അവരുടെ മുഖവും ഒക്കെ ഇങ്ങനെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹൗലാ യാ ജിബ്രീൽ, ജിബ്രീൽ ആരാണ് ഇത്രയേറെ പ്രയാസപ്പെടുന്ന ഈ വിഭാഗം ആരാണ്? ആ സമയത്ത് പറഞ്ഞു, ഹൗലാ അല്ലദീന യഅകുലൂന ലഹൂമുൻ നാസ് വയഖഊന ഫീ അഅറാദിഹിം, ജനങ്ങളുടെ പച്ചയിറച്ചി തിന്നുന്ന മനുഷ്യന്മാരാണ്. ജനങ്ങളുടെ പച്ചയിറച്ചി അഭിമാനം, ജനങ്ങളുടെ മാംസം തിന്ന അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളി, ചില വാക്കുകളായിരിക്കാം, ചില പെരുമാറ്റങ്ങളായിരിക്കാം, ചില മെസ്സേജുകളായിരിക്കാം, ചില അറിയിപ്പുകളായിരിക്കാം, മറ്റുള്ളവന്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലാകുമ്പോൾ അള്ളാന്റെ അടുക്കൽ വലിയ കുറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ 10 കാര്യങ്ങൾ, ഈ 10 അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മിഅ്റാജ് യാത്രയിൽ കണ്ട അത്ഭുതങ്ങളാണ്. കേവലം അത്ഭുതങ്ങൾ കണ്ടുപോകുക എന്നതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ആ വലിയ ഒരു സ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ഇസ്രാ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട അത്ഭുതങ്ങളായ ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ ദിവസം കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ മിഅ്റാജ് ദിനം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആരാധനകളും ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളുണ്ട്, നോമ്പെടുക്കുന്ന ആളുകളുണ്ട്, നമസ്കരിക്കുന്ന ആളുകളുണ്ട്, പ്രത്യേകമായ ഖിറാഅത്ത് നടത്തുന്നവർ. എന്തിനേറെ മിഅ്റാജ് നേർച്ച എന്ന പേരിൽ പോലും ചില ആളുകൾ തുടങ്ങി. മിഅ്റാജ് നേർച്ച ഇതുവരെ തുടങ്ങാത്ത കാര്യം. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? ഈ വിഷയത്തിൽ എത്രയോ തവണ സംസാരിക്കുമ്പോഴും അതിന്റെ എല്ലാം കമന്റ് ബോക്സിൽ വന്നുകൊണ്ട് ചോദിക്കുന്ന ചില ആളുകൾ, എന്താ നിങ്ങൾക്ക് ഇപ്പം എന്താ ഇത്ര പ്രശ്നം? ചെയ്യുന്ന ആളുകൾ ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീരുമാനിക്കേണ്ട ഒന്നാണോ ദീൻ? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇങ്ങനെ തുടങ്ങാം. ഒരാൾ നിസ്കരിക്കുക, അയാൾ സുബഹി 2 നിസ്കരിക്കേണ്ടത്, പക്ഷെ അയാൾ 3 നിസ്കരിക്കുക. അപ്പോൾ ഒരാൾ പറയാണ്, നിങ്ങൾ 2 നിസ്കരിക്കാൻ പാടുള്ളൂ, 2 നിസ്കരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഉടനെ അയാളുടെ ചോദ്യം, എന്താ ഇപ്പം 3 നിസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതിൻ്റെ ഇടയിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് വേറെ ആൾ വരിക, ഓൻ എന്താ ചെയ്തോട്ടെ, ഓൻ്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അതാണോ ദീൻ? മഗ്‌രിബാകുന്ന സമയത്ത് നോമ്പ് മുറിക്കണം, ഒരാൾ പറയണം ഞാൻ മുറിക്കണില്ല, ഞാൻ ഇശാ വരെ കൊണ്ടുപോകുക, അത് ദീനാണ്? അത് നല്ല കാര്യമാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ദീൻ എന്താന്നുള്ളത് ആരാ പറയണ്ടേ? ഒരു ദിവസത്തിന് ഇന്ന പുണ്യമുണ്ട്, ആ ദിവസത്തിൽ ഇന്ന പ്രത്യേകതയുണ്ട്, ആ ദിവസത്തിൽ ഇന്ന സുന്നത്തുണ്ട്, ആ ദിവസത്തിൽ ഇന്ന നോമ്പുണ്ട് എന്ന് പറയേണ്ടത് ആരാണ്? നമ്മളെല്ലാവരും കൂടിയിരുന്ന് തീരുമാനിക്കേണ്ട കാര്യം? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളുകൾ തീരുമാനിക്കേണ്ട കാര്യം? അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാ ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനിക്കേണ്ടതാ? അല്ലാഹു റസൂലല്ലേ തീരുമാനിക്കേണ്ടത്? അതല്ലേ ദീനുള്ള എന്ന് പറയുന്നത്? അല്ലാഹു റസൂല തീരുമാനിക്കേണ്ടത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്ര പോയത്. ഈ മക്ക കാലഘട്ടം കഴിഞ്ഞ് പിന്നെ മദീനത്തേക്ക് നബി ഹിജ്റ വന്നിട്ടുണ്ട്. 10 കൊല്ലം, ശ്രദ്ധിക്കണേ, 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് കഴിച്ചുകൊണ്ടിരുന്നു. 10 കൊല്ലം.
ഈ 10 കൊല്ലത്തിൽ എന്തായാലും ഒരു 9 റജബ മാസം കഴിഞ്ഞു പോകില്ലേ? അതിൽ 27 ഉണ്ടാവുമല്ലോ. ആ ദിവസത്തിൽ എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ കൊല്ലം ആയിരുന്നു എനിക്ക് ഈ ദിവസം ഒരു യാത്ര ഉണ്ടായത്, അബൂബക്കർ വരും, നമുക്ക് ഇന്ന് നോമ്പെടുക്കാം, ഉമറേ ഇന്ന് എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടിക്കാണ്, നമുക്ക് ഒരു ഭക്ഷണം കൊടുക്കാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ കാര്യമായിട്ട് ധർമ്മം ചെയ്യണം കേട്ടോ. അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറയാണ് പ്രത്യേകമായി നിസ്കാരമുണ്ട്, ആളുകളോടൊക്കെ വരാൻ വേണ്ടി പറയും. എന്തെങ്കിലും ചെയ്തതായിട്ട് ആരെങ്കിലും പറഞ്ഞ ഹദീസ് കേട്ടോ, ആരെങ്കിലും പറഞ്ഞ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 കൊല്ലം മദീനത്ത് ജീവിച്ചു. ഈ മിഅ്റാജ് യാത്ര കഴിഞ്ഞിട്ട് അതിൽ ഒരൊറ്റ തവണ നബി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തെളിവാകുമായിരുന്നു. എന്നാൽ അതിൽ വന്നിട്ടില്ല, നബി ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ചെയ്യാത്ത ഒരു കാര്യം എങ്ങനെ ദീനായി മാറും? അത് ചെയ്യാത്തവനൊക്കെ ബിദ്അയാണെങ്ങനെ പറയും? അത് ചെയ്യാത്ത ആളുകൾ പുത്തൻവാദികളാണെങ്ങനെ പറയും? അത് ചെയ്യാത്ത ആളുകൾ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്നവരാണെന്നിങ്ങനെ പറയും. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അയ, അബൂബക്കർ റളിയല്ലാഹു അൻഹു മുബ്തദിയ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പുത്തൻവാദിയ? ഇതൊന്നും ചിന്തിക്കുന്നില്ല. ആരോ തുടങ്ങി വെക്കുക, എന്നിട്ട് അങ്ങനെ പറയാം. അത് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ മതി, എന്നാ തുടങ്ങാം. ഇതിന്റെ ആധികാരികത ഒന്നും നോക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പലരും ഇത്തരത്തിലുള്ള വീഡിയോസിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്ന വിഷയം, കഴിഞ്ഞ റജബിൽ ഇതേപോലൊരു ഖുതുബ നടത്തിയപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈയുള്ളവർ തന്നെ സംസാരിച്ചിരുന്നു. അതിന്റെ താഴെയും വന്നിട്ട് എന്നെ ചീത്ത വിളിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം, ദീൻ എന്ന് പറഞ്ഞാൽ ആരാണ് തീരുമാനിക്കേണ്ടത്? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു വഹുവ റദ്ദുൻ. ഈ ദീനിലില്ലാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവരിക, ദീനിലില്ലാത്ത ഒരു കാര്യം കൊണ്ടുവരിക, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അതിന് എത്ര പുണ്യമുണ്ടെന്ന് പറഞ്ഞാലും, അതിന് ഇത്ര വാല്യങ്ങളുള്ള ബുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നബി ചെയ്തിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? റസൂലുള്ളാഹി അത് ദീനായതുകൊണ്ടാണ്. ഇപ്പൊ മൈക്ക് നബി ഉപയോഗിച്ചിട്ടുള്ളത് ചിലത് ദീനാണെന്ന് ആരും പറയുന്നില്ല. ഇതെല്ലാവർക്കും കിട്ടാനുള്ള ഒരു ഉപാധി മാത്രം. ഒരാൾ വാഹനം ഉപയോഗിക്കുന്നു, ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെയാണ് നിങ്ങൾ വാഹനം ഉപയോഗിക്കണില്ല, അത് നബി ഉപയോഗിച്ചിട്ടുണ്ടോ? നബി കാറിൽ വന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബസ്സിൽ പോയിട്ടുണ്ടോ? അതൊക്കെ ദീനാന്ന് ആരെങ്കിലും പറയുന്നു? എന്നാൽ മിഅ്റാജ് നോമ്പ് അത് ദീനാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിലെ പ്രത്യേകമായ നിസ്കാരം അത് ദീനാണെന്നാണ് പറയുന്നത്. അത് ചെയ്യാത്തവനൊക്കെ ബിദ്അയാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ പറയും? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഒരിക്കലും ഇത് ഒരു ആരാധനയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഉള്ള ആരാധനകൾ നമ്മൾ ചെയ്യും, ഇല്ലാത്തതൊന്നും കൊണ്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്, ഏതാനും ദിവസം കഴിഞ്ഞാൽ ശഅബാൻ മാസം വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത ദിവസമാണ് ശഅബാൻ മാസം. പക്ഷെ അതിന് നോമ്പെടുക്കാൻ ആരും ഉണ്ടാവില്ല. ഇല്ലാത്ത നോമ്പുകൾക്ക് വല്ലാത്ത പോലീസിയാണ്. ഉള്ള നോമ്പുകളൊന്നും ചെയ്യാൻ ആരുമില്ല. ഉള്ള നോമ്പുകളില്ല, അത് ചെയ്യാൻ ആരുമില്ല. ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പെടുത്തിട്ടുണ്ട്. അത് ചെയ്യാം, എത്ര വേണമെങ്കിലും നിർവഹിക്കാം. അതൊക്കെ വലിയ പുണ്യങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.